പ്രമാടൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റ് കാണാനെ കൊണ്ട് പോയതിനെക്കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നേരെ എൻട്രൻസിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു വള്ളമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. 80 രൂപയായിരുന്നു ടിക്കറ്റൊക്കെ. ടിക്കറ്റ് റേറ്റ് വരി അപ്പോഴപ്പോഴായിട്ട് കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം കൊണ്ട് മനസ്സിലാവുന്നില്ല. നേരെ എൻട്രൻസിൽ തന്നെ കുറേ ചെടികളായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ റോസാപ്പൂക്കളും അങ്ങനെയൊക്കെ. പിന്നെ കുറേ മൃഗങ്ങളുടെ ഒരു എക്സിബിഷനും ഉണ്ടായിരുന്നു. ആട്, ചെമ്മരിയാട്, ഒട്ടകം, കുതിര, പിന്നെ ജല്ലിക്കെട്ട് കാള, അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ പറയുന്ന ഒട്ടകത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. എന്തായാലും ഈ ജീവികളൊക്കെ ഉണ്ടായിരുന്ന വർത്ത് തന്നെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കാണാത്തവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ ഇഗ്വാനയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനത്തിന്. പിന്നെ ആണെങ്കിൽ പല ടൈപ്പിലെ പാരറ്റും അങ്ങനെയൊക്കെ കുറേ ജീവികൾ. പിന്നെ എന്തോ കുഞ്ഞു കിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ട് കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പിന്നെ കുറേ മീനുകളായിരുന്നു, പേരറിയാത്ത കുറേ മീനുകൾ. അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ പഠിച്ച് വരുമ്പോഴത്തേന് നേരം വെളുക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ പോകുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ എക്സിബിഷൻസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഫർണിച്ചറിൻ്റെയും കാറിൻ്റെയും ഒക്കെ. പിന്നെ ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു. പിന്നെ പലഹാരങ്ങളുടെ ആണെങ്കിലും ഐസ്ക്രീമിൻ്റെ ആണെങ്കിലും അച്ചാറിൻ്റെ ആണെങ്കിലും ഒക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഒന്നും നോക്കിയില്ല. ഗോസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും പിന്നെ അവിടെ കുറേ റൈഡുകളൊക്കെ ആയിരുന്നു. പിള്ളേരുടെയൊക്കെ ആയതുകൊണ്ട് അതിനകത്തൊന്നും കയറിയില്ല. പിന്നെ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തു. പിന്നെ ഇത് ഞങ്ങൾക്ക് NSS ക്യാമ്പിൽ ഫുഡ് വെച്ച് തരാൻ വന്ന ആൻറ്റി അവിടെ വെച്ച് കണ്ടതായിരുന്നു. അങ്ങനെ 1-2 റൗണ്ട് അതിലേക്കൂടെ നടന്നപ്പോഴത്തേനും കുലുക്ക് കുടിക്കാനെ കൊണ്ട് കടയിൽ കയറി. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ പോയി 3 ഫ്ലേവറിലെ കുലുക്കി മേടിച്ചു. എന്നിട്ട് 3ൻ്റെയും ടേസ്റ്റ് ഞാൻ നോക്കി. പിന്നെ ഒരെണ്ണത്തിന് ഇച്ചിരി തണുപ്പ് കുറവായിരുന്നെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നല്ല കുലുക്കിയായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആ ഒരു സെലിബ്രേഷൻ കൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇല്ലം ബാൻഡിൻ്റെ ആയിരുന്നു പ്രോഗ്രാം. നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ 12 മണി ആയപ്പോഴത്തേന് കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ടായി. അങ്ങനെ പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.